തൃക്കളൂർ സമരം എന്ന് പറയുന്ന സഹോദരങ്ങളെ, പെണ്ണുകെട്ടാൻ പൂതി കാശില്ലാത്ത കേട് എന്ന് പറഞ്ഞാൽ ഹൂറില്ലീങ്ങളെ സ്വർഗത്ത് പോയിട്ട് കിട്ടണം. പക്ഷേ അതിന് മൂപ്പര കയ്യിൽ അമലില്ല. എന്നാ പിന്നെ അത് നേർക്കുനേരെ പടച്ചോനെ മുന്നിൽ പറഞ്ഞുകൂടെ, നാഥാ നിന്നെ നന്നായി ആരാധിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ നീ എനിക്ക് തൗഫീക്ക് നൽകണം പടച്ചോനെ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ അങ്ങോട്ടുള്ള വിഭവങ്ങൾ കുറവാണ്, സമ്പത്ത് കുറവാണ്. അതുകൊണ്ട് റബ്ബേ ഞാൻ ചെയ്യുന്ന അമലുകൾ വലിയ ഇതാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? മനുഷ്യന് തിരിയാത്ത വ്യാഖ്യാനം പറഞ്ഞ് പാടിയെടുക്കണോ? ഇതൊക്കെ ഇപ്പോൾ സുന്നത്യമായത്തിൻ്റെ ഔലിയാക്കന്മാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അതിന് വ്യാഖ്യാനം കൊടുക്കുകയാണ്. എന്ത്? പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ എന്നൊരു ഔലി ഉണ്ടായിരുന്നു, മൂപ്പര് ഈ രൂപത്തിലാണ്. അപ്പം മഹാന്മാർ അങ്ങനെയാണ്. സഹോദരങ്ങൾ, നിങ്ങൾ കേട്ടിട്ടില്ല ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള മഹാന്മാരെ? ഈ തരത്തിൽ മനുഷ്യന് തിരിയാത്ത ദിക്റും എന്നിട്ട് അതിന് പുതിയ വ്യാഖ്യാനം കൊടുക്കാൻ പുരോഹിതന്മാരും. നിങ്ങൾക്കറിയോ, വേറെ ഒരു സ്ഥലത്ത് ഒരു ഔലിയ മരിച്ചു. ആ ഔലിയ മരിച്ചപ്പോൾ ഉടനെ തന്നെ മൂല്യന്മാർ ഒരുമിച്ച് കൂടി. കാരണം എന്താ? ശവം കിട്ടിയാൽ ഖുറാഫികളെ പോലെ മയ്യത്ത് കിട്ടിയാൽ കൈകാര്യം ചെയ്യാൻ പറ്റിയ വേറെ ഒരു കൗമ ഈ ലോകത്തില്ല. കാരണം അത് അത്ര വലിയ ബിസിനസ് മൈൻഡുള്ള ആൾക്കാരാണ്. ഏറ്റവും വലിയ ലാഭമുള്ള സംഗതിയാണ് ഒരു 15 കൊട്ട സിമെന്റും ഒരു 4-5 ചാക്ക് മണലും ഉണ്ടെങ്കിൽ വളരെ ഉഷാറാണ്. വേറെ ഒരു മുടക്കുകയില്ല. കെട്ടിയാണ് പൊന്തിക്കുക, കറാമത്തിന് മൂല്യന്മാരുണ്ട് പ്രചരിപ്പിക്കുക. അങ്ങനെ ഒരു ഔലിയ മരിച്ചു. ആ മരിച്ചപ്പോൾ എന്താണ് ആ ഔലിയന്റെ സ്ഥിതി? ആ ഔലിയ പാടി നടന്നിരുന്ന ദിക്റെന്താ? പെണ്ണ് കെട്ടാൻ പോതി മസ്താനെ പോലെ തന്നെ മമ്പാടി നിന്നും മണ്ണറക്കാടെത്തുവോളം പത്തിരിയും ചാറ മുടങ്ങാതെ തിന്നാൻ തൗഫീക്കേകണേ ജബ്ബാറ. മമ്പാടി നിന്നും മണ്ണറക്കാടെത്തുവോളം പത്തിരിയും ചാറ, അത് മുടങ്ങാതെ തിന്നാൻ തൗഫീക്കേകണേ ജബ്ബാറ എന്ന് പറഞ്ഞാൽ മരിക്കണവരെ മുസ്ലിയാക്കന്മാരെമാര് തിന്ന് ജീവിക്കണം എന്നല്ല മൂപ്പർ ഉദ്ദേശിച്ച്. മറിച്ച് അതിൻ്റെ മായന മുസ്ലിയാക്കന്മാരെന്നെ ഇതുപോലെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. എന്താണ്? മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ചർച്ചയായി. കറാമത്ത് വേണമല്ലോ മൂപ്പര ദിക്റ്. ആ ദിക്റിന്റെ വ്യാഖ്യാനം എന്താ? മൂല്യന്മാരുടനെ പ്രസംഗിക്കാൻ തുടങ്ങി. മമ്പാടി എന്ന് പറഞ്ഞാൽ അത് മാതാവിൻ്റെ ഗർഭാശയം എന്നാണ്. അതുകൊണ്ട് മമ്പാടി നിന്നും മണ്ണറക്കാട് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാടല്ല, മരിച്ച മമ്പാടി നിന്ന് മണ്ണറക്കാടെന്ന് പറഞ്ഞാൽ കബറാണ്. ആ അമ്മാന്റെ വയറ്റിൽ നിന്ന് കബറെത്തുന്നത് വരെ ആ ഉള്ള ശിഷ്ടകാലത്ത് പത്തിരിയും ചാറാ. അപ്പൊ കബറിലെത്തുന്നവരെ തിന്ന് മരിക്കണേന്നല്ല, മരിച്ച് പത്തിരി എന്ന് പറഞ്ഞാല് 20 എന്നാണ്, അഥവാ 10 2 അഥവാ 20. ചാറ എന്ന് പറഞ്ഞാൽ 4 1 2 3 4 4. അപ്പൊ 24. അപ്പൊ മമ്പാട് നിന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിന് പുറത്ത് വന്നിട്ട് ഖബറിലെത്തുന്നത് വരെ 24 മുടങ്ങാതെ തിന്നാൻ തൗഫീക്ക് തരണ റബ്ബേ. എന്താടാ 24? മൂല്യന്മാരിലോത്തോളം കാലത്ത് തഫ്സീറിന് വേചാറില്ല. ഉടനെ പേർ വ്യാഖ്യാനിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതണമെങ്കിൽ 24 അക്ഷരം വേണോ. അപ്പൊ ഉമ്മാന്റെ ഗർഭാത്രയത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഖബർ വരെ എത്തുന്നത് വരെ 24 തിന്നാൻ പൂതി എന്ന് പറഞ്ഞാല് പത്തിരി ഇറച്ചിയല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമകൾ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ നീ എനിക്ക് തൗഫീക്ക് നൽകണ റബ്ബേ. ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം. എന്നാൽ നേർക്ക് നേരാണ് ചെല്ലിയാ പോലെ സഹോദരങ്ങളെ. ഇത്ര ഇടങ്ങേറായിട്ട് മനുഷ്യന് തിരിയാത്ത വ്യാഖ്യാനത്തിക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? പടച്ചോനെ മരിക്കണ സമയം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് എനിക്ക് തരണേന്ന് പറഞ്ഞാൽ എത്ര സുഖമുണ്ട്. അപ്പൊ ഇന്ന ദീന യസ്റുൻ, ദീൻ വളരെ എളുപ്പമാണ്. അതിൽ പ്രയാസം സൃഷ്ടിച്ചാൽ മതം അവനെ കീഴ്പ്പെടുത്തും. അതുകൊണ്ടാണ് ഈ ഖുബൂരി പുരോഹിതന്മാർ നിവർത്തി വെച്ച മതം ഇസ്ലാമല്ല, അത് ഭാരമുള്ളതാണ്, അത് പൗരോഹിത്യത്തിന്റെ ചെങ്ങലക്കെട്ടുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മീയമായി മനുഷ്യനെ നരകാഗ്നിയിലേക്ക് നയിക്കുന്ന, അവിടേക്ക് പ്രവേശന കവാടം തുറക്കുന്ന ഇവരെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഭൗതിക താല്പര്യമുള്ളത് കൊണ്ടല്ല ഇങ്ങനെ ക്രൂശീകരിക്കപ്പെടുന്നത്, മറിച്ച് നാളെ പരലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മഹാന്മാരായ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ ആചരിച്ചതുപോലെ ഖുർആനും സുന്നത്തുമാകുന്ന ആധാരങ്ങളിലൂടെ ജീവിതത്തെ ധന്യപ്പെടുത്തിയാലല്ലാതെ രക്ഷപ്പെടാൻ നമുക്ക് പറ്റൂല, രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ജനങ്ങളുടെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന വിശ്വാസം എന്താ? എന്നെ പിടിച്ചവര് ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവര്. എന്നെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. ആരെ പിടിച്ചാൽ? മഹാനായ മൊയ്തീൻ ശേഖനെ പിടിച്ചാൽ. മൂപ്പരങ്ങനെ പറഞ്ഞിട്ടില്ല, മൊയ്തീമാരക്കാരുണ്ടാക്കിയതാണ്. കാരണം ഈ ത്വരീഖത്തിന്റെ വേലിയേറ്റുള്ള കാലത്ത് ത്വരീഖത്തിന്റെ ആളുകളെ ശേഖന്മാരുടെ പേരുണ്ടാക്കിയ മാലകൾക്ക് പവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാലക്കുള്ള ഗണ്ണനാണ് മറ്റേ മാല.
അപ്പൊ പ്രകടന പത്രിക പോലെയാണ്. ഇതിലില്ലാത്ത പല ഓഫർ അതിലുണ്ടാവും, അതിലില്ലാത്ത ഓഫർ ഇതിലുണ്ടാവും. ബ്ലാങ്ക് ചെക്ക് ഉണ്ടെങ്കിൽ എത്ര എഴുതാലോ, സംഗതി ബാങ്കിൽ പാസ്സാവൂലെന്നുള്ളൂ. എന്ന പോലെ തൊള്ളി തോന്നിയതൊക്കെ മൂല്യന്മാരെ എഴുതി വിടുകയാണ്. എന്ത്? മുഹ്യിദ്ദീൻമാലയുടെ പോരിശയായി പറഞ്ഞെന്താ? മുഹ്യിദ്ദീൻമാലയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? മൊഴിയൊന്നും കളയാതെ പിണയാതെ ചൊന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ നായം കൊടുക്കുമേ. മുഹ്യിദ്ദീൻമാല ഒരു ആവർത്തി തെറ്റില്ലാതെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം, സ്വർഗത്തില് ഒരു കൊട്ടാരം നമ്മളാണ് തരാം. ഖുർആൻ മുഴുവൻ ഓതിയാലും പഠിച്ചാലും നമുക്ക് കിട്ടൂല, അതനുസരിച്ച് ജീവിച്ചാലേ കിട്ടുള്ളൂ. അപ്പൊ ഇവര് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത് കുറെ നിസ്കരിക്കലും നോമ്പോൽക്കലും വലിയ ഖുർആൻ സുന്നത്തനുസരിച്ച് ജീവിക്കലും നല്ല പറയും. മറിച്ച് മഹാന്മാരെ ആദരിക്കുക, അവരുടെ പേരിൽ ആണ്ടുകളും ഹുതുബിയത്തും റാത്തീബും അദ്ദാദുകളൊക്കെ ചെയ്താൽ എന്തായി പരലോകത്ത് നമ്മൾ ഇടങ്ങാറാവുന്നില്ല. മഹാന്മാരുടെ കൂടാണ് കടന്നു പോകാൻ. ഏതുപോലെ ചോദിച്ചാല് പുതിയാപ്പളിന്റെ കൂടെ അമ്മോശാങ്കക്ക് വെറുപ്പുള്ള ഒരുത്തം സൽക്കാരത്തിന് കയറി വരുമ്പോൾ അമ്മോശാങ്ക ഇറങ്ങിപ്പോടാന്ന് പറയുമോ? ഇല്ലല്ലോ. കാരണം അമ്മോശാങ്ക മരുവനെ സ്വീകരിക്കുന്ന തിരക്കിലാണ്. മരുവന്റെ കൂട്ടുകാരനാണ്. വാപ്പാക്ക് അമ്മോശാങ്കക്ക് ദേഷ്യമുള്ള കാര്യമില്ല. അതുകൊണ്ട് പടച്ചോനക്ക് ദേഷ്യമുള്ളവന് ഔലിയാക്കന്മാരെ കൂടെ കയറിയാ നേരെ സ്വർഗത്തേക്കാണ് പോകാന്നാണ് ഈ സമുദായത്തെ അവർ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഷഫാഅത്ത് ഇസ്ലാമിലുണ്ട്, അതിനാരും ഇവിടെ നിഷേധിക്കൂല. പക്ഷേ ഇവർ പഠിപ്പിക്കുന്ന പരലോക വിശ്വാസം എന്താ? ഇവർ പഠിപ്പിക്കുന്ന വിശ്വാസവും മഹാന്മാര് നമ്മളെ കഴിച്ചിലാക്കും. അവിടെ ചെല്ലുമ്പോൾ വഹാബികളൊക്കെ കുടുങ്ങും. മഹാന്മാരായ ആളുകളൊക്കെ നമ്മളെ ബെരിയടാ നമുക്ക് പോകുക എന്ന് പറഞ്ഞ് സ്വർഗത്ത് കൊണ്ടുപോകുന്ന. കാരണം എന്താ? റിഫായി മാലിന്റെ അവസാനത്തിലുണ്ട് ഇത് ഇരവാകുന്നു എന്ന് പറഞ്ഞിട്ട് വരി. അതിലെന്താ ഉള്ളത്? ഖൈറാൻ നബി ഷാഫി ചെയ്യും ഖിയാമത്തിൽ ഖത്ത് കബീർ കയ്യിൽ ഏകണം യാ അല്ലാഹ്. ഉത്തമനായ റസൂലുള്ള വിചാരണ ചെയ്യുമ്പോൾ, അല്ല അവിടെ ഉത്തമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യുമ്പോൾ അഹമ്മദുൽ കബീർ റിഫായിന്റെ കത്ത് കൊണ്ട് പടച്ചോനെ റസൂലുള്ള ഷഫാഅത്ത് ചെയ്യും നമുക്കൊക്കെ അറിയാം. ആ ഷഫാഅത്തിൽ ഉൾപ്പെടുത്താന് അള്ളാഹിനോട് കത്ത് ചോദിക്കുക. അപ്പൊ അള്ളാഹിന്റെ സ്വർഗത്തേക്ക് ഇവരെ അള്ളാഹു കയറ്റണമെങ്കിൽ അള്ളാഹ് ആരെ കത്ത് വാങ്ങിക്കൊടുക്കണം? റിഫായി ഷെയ്ഖിന്റെ കത്ത് വാങ്ങിക്കൊടുക്കും. അപ്പൊ അള്ളാഹ്ക്കുള്ള പണി എന്താ? പഞ്ചായത്ത് ഓഫീസിലെ പിയൂണിന്റെ മാതിരി അല്ലേ? നിങ്ങൾക്ക് ആരെ കത്താ? നിങ്ങൾക്ക് ഒമ്പർത്തങ്ങളെ കത്ത്, നിങ്ങൾക്കോ നിങ്ങൾക്ക് റിഫായി ഷെയ്ഖിന്റെ കത്ത്, നിങ്ങൾക്ക് വേങ്ങര കോയാക്കാന്റെ കത്ത്, നിങ്ങൾക്ക് പെണ്ണ് കെട്ടാൻ പൂതി മസ്താന്റെ കത്ത്. ഇങ്ങനെ ഓരോ ഉലിയാക്കന്മാരെ കത്ത് ചെന്നിട്ട് വാങ്ങുകയാണ്. എന്താണ് കത്ത്? എന്താ കത്ത്? ഷഫാഅത്ത് തുടങ്ങാനുണ്ട്, അപ്പോൾ അതിന് കത്ത് കിട്ടണം എന്നാണ്. അപ്പൊ പരലോകത്തിൽ എന്തേക്കാരെ സ്ഥിതി കാര്യങ്ങൾ? പരലോകത്തിൽ ഈ ത്വരീഖത്തിന്റെ പിന്നിൽ അന്ധമായി ഈ മാലി മൗലൂദൊക്കെ വിശ്വസിക്കുന്ന സമുദായത്തെ കുറിച്ച് പറയുന്നട്ടോ. എല്ലാ സുന്നികളെ ആക്ഷേപിക്കല്ല, ചിന്തിക്കുന്ന നിഷ്പക്ഷമതികളായ ഈ വലകളിലൊന്നും പെടാത്തവരുണ്ട്. പക്ഷേ ഈ പുരോഹിതന്മാർ വിരിച്ച വലകളിൽ കുടുങ്ങിയ ആളുകളോടാണ് ഞാൻ പറയുന്നത്, ഇവരുടെ മനസ്സിലുള്ള പരലോക ചിന്ത എന്താണെന്ന് നിങ്ങൾ പരലോകത്തെത്തുമ്പോൾ എല്ലാവരും വേഗം കത്ത് കൊണ്ടുവരണം. അപ്പൊ കത്തേറ്റ് എല്ലാവരും കൂടി കത്തേറ്റ് എന്തേക്കാരം കത്തിലുണ്ടായാല്? പ്രിയപ്പെട്ട നബി ഈ വരുന്ന അയമുട്ടിയാക്ക എരമംഗലത്ത് ഖുതുബിയത്ത് റാത്തീബ് അദ്ദാദ് പരിപാടികൾക്കൊക്കെ പങ്കെടുത്ത ആളാണ്. അതുപോലെ ആണ്ട് ഉറൂസ് നേർച്ചകള്, അതുപോലെയുള്ള മാല മൗലിദ് പിഞ്ഞാണയത്ത് തകിട് സകലமான ഖുറാഫാത്തിലും നമ്മളോടൊപ്പം നിന്ന ആളാണ്. അതേപോലെ വഹാബികൾ എറിയാനും കല്ലു എറിയാനും കൂക്കാനും വേദി കലക്കാനും എല്ലാം മുന്നിൽ നിന്ന ആളാണ്. അതുകൊണ്ട് അങ്ങയുടെ ഷഫാഅത്തിൽ ഈ വരുന്ന അദ്രമാങ്ങാനം ഉൾപ്പെടുത്തണമെന്ന് പേരക്കുട്ടി റിഫായി കടിയിൽ ഒരു കയ്യൊപ്പ് ഈ കത്തുമായിട്ട് തൊക്കിലും വെച്ച് കാത്തിക്കുകയാണ്. അപ്പോൾ ഉടനെ പരലോകത്തൊരു അനൗൺസ്മെന്റ് എന്താ? ഷഫാഅത്ത് ആരംഭിക്കാനായിട്ടുണ്ട്, എല്ലാവരും കത്ത് കൊണ്ടുവരേണ്ടതാകുന്നു. അപ്പോൾ അതാ റിഫായി ഷെയ്ഖിന്റെ കത്ത്, മറ്റോലെ കത്ത്, എല്ലാവരും കത്ത് അവിടെ കൊടുത്തു. കത്തൊക്കെ വാങ്ങി വെച്ച അടുത്ത അനൗൺസ്മെന്റ് എന്താ? കത്ത് തന്നവരെയെല്ലാം ഷഫാഅത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, എല്ലാവരും സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് പോകേണ്ടതാകുന്നു. അപ്പൊ ജീലാനി ത്വരീഖത്തുകാർ പച്ച തലക്കെട്ടും കെട്ടി ഡും 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 എന്ന് പറഞ്ഞാൽ അറവന മുട്ടി പ്രകാശത്തിന്റെ വേഗതയിൽ കാറ്റിന്റെ വേഗതയിൽ എല്ലാവരും ഓരോ മശായിഖന്മാരും ഓരോ ആൾക്കാരെ കൊണ്ടുപോയി. അവസാനം പഠിച്ചോൻ വന്ന് നോക്കുമ്പോൾ 4 ആൾക്കാർ വഹാബികൾ. നിങ്ങൾക്ക് ത്വരീഖത്തുണ്ടോ? ഇല്ല. ഇമാമിങ്ങളുണ്ടോ? ഇല്ല. ഖുർആൻ ഒക്കെ പോയി നരകത്തേക്ക് കഴിഞ്ഞും ചെയ്തു. ഇതപ്പം ആകെ പരലോകത്തുള്ള വിചാരണ ഈ കൗമിങ്ങളെ വിശ്വാസം. കുറ്റവാളികളെ ഇന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചുറപ്പിന്റെ ചോദ്യമുണ്ട്. ലിമനിൽ മുൽക്കുൽ യൗമലില്ലാഹി വാഹിദിൽ ഖഹാർ. ആർക്കാണോ ഇന്നത്തെ രാജാധികാരം എന്ന് ചോദിക്കുമ്പോൾ ഒരു മശായിഖന്മാർക്കും മിണ്ടാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നൽകുന്ന സമയത്ത് പടച്ചുറപ്പ് നിർദ്ദേശിക്കുന്ന രൂപത്തിൽ, അള്ളാഹു താല കാണിച്ചു കൊടുക്കുന്ന രൂപത്തിൽ, അള്ളാഹു താല ഉദ്ദേശിച്ചവരെയല്ലാതെ ഒരിക്കലും ഇഷ്ടപ്രകാരം എൻ്റെ ആളുകൾ ഇങ്ങോട്ട് പോരട്ടെ മറ്റോ അങ്ങോട്ട് പോകട്ടെ എന്ന് പറയാൻ പറ്റില്ല. കൊല്ലില്ലായി ഷഫാഅത്തു ജമീആ. എല്ലാ ഷഫാഅത്തിന്റെയും അധികാരം പടച്ചുകൊണ്ടെടുക്കലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കാൻ പോകണം. അല്പം കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. 10-15 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ് 9:00 നമുക്ക് നിർത്താം. ഞാൻ പറഞ്ഞു വരുന്നത്,
ഇങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമുദായത്തിലുണ്ടാക്കിയ പരിവർത്തനം, ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമുദായത്തിന് മുമ്പിൽ വരച്ചു കാണിച്ച നേരായ മാർഗം, ആ മാർഗത്തിനെതിരിൽ കൊഞ്ഞനം കുത്തുകയും അങ്ങനെ ഭൗതികമായി മുസ്ലിം സമുദായം ഉയർന്നു വരരുത് എന്നാലോചിച്ചുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ ഈ കൊച്ചു കേരളത്തിൽ മലയാള ഭാഷ പഠിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? മലയാള ഭാഷ അത് ആരിനെയ്ത്താണ്, അത് നമുക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന പോലെ നല്ല മലയാളത്തിലെങ്ങാനും പണ്ടത്തെ മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ച ഇസ്ലാം എന്ന ഔട്ടായി. വലിയ വലിയ യോഗങ്ങളൊക്കെ കൂടിച്ചേർത്തിട്ട് നല്ല മലയാളത്തിൽ ഫയക്കം പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലോ ഈ തൻഫുരാനേ എന്ന് ഭയങ്കര ഒച്ചത്തിൽ ദ്വാരിക്കുകയും കിൻഡൽ കണക്കിന് ആമീൻ പറഞ്ഞ ഒരു കാലം ഈ കൊച്ചു കേരളത്തിൽ കടന്നുപോയിട്ടില്ലേ? ഉണ്ട് എന്നുള്ള സത്യമാണ് സഹോദരങ്ങളെ. അവിടെ നിന്ന് മാറി ഇത് നമ്മളെപ്പോലെ ഹംദുസലാത്തും ചൊല്ലി പരിമിതമായ സമയത്തിൽ മലയാളത്തിൽ പയക്കം പറയാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്, മാറ്റം തന്നെയാണ്. പിന്നെയോ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് അവർ പറഞ്ഞിരുന്നത്. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പഠിക്കരുത്. അപ്പൊ ഒരാൾ ചോദിച്ചല്ല, ഇന്ന് സുന്യാളായ മൗര്യമാരെ നിങ്ങൾ ഉള്ള സ്ഥലത്ത് മുഴുവൻ ഇംഗ്ലീഷ് മീഡിയം സ്ഥാപിക്കണല്ലോ, അത് എന്തിനാ അറ്റങ്ങളൊക്കെ നരകത്തിൽ കൊണ്ടുപോകാനാണോ? അത് ചോദിച്ചില്ല. എന്താ തെറ്റുള്ള സഹോദരങ്ങള്? നരകത്തിലെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് ഒരു കാലത്ത് പറഞ്ഞു. അപ്പൊ അതിന് പറയുന്ന എന്താ നിങ്ങൾ? അത് ബ്രിട്ടീഷുകാരോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ഇന്നിപ്പോ ബ്രിട്ടീഷുകാരില്ലേ? ഇന്ന് പാശ്ചാത്യരില്ലേ? അപ്പൊ പറയാം അത് അന്നത്തെ പണ്ഡിതന്മാരെ തെക്കുവന്റെ ഊക്കൊണ്ട് പറഞ്ഞാൽ. അപ്പൊ ഇന്നത്തെ പണ്ഡിതന്മാരെ തെക്കുവൊക്കെ വീക്കാ ആണോ? അതൊന്നും അല്ല സംഗതി. എന്താ നിങ്ങള് ഭൗതികമായി വിദ്യാഭ്യാസം നേടി സമുദായം ഉയർന്നു വന്നാൽ കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതം എന്നതുപോലെ മുസ്ലിയാർ പറഞ്ഞാൽ മുസ്ലിമിന് മതം എന്ന പൗരോഹിത്യം അവിടെ നടക്കൂല. അതുകൊണ്ട് തന്നെ എതിർവായിക്ക് തിരുവായി പറയാൻ ആളെ തിരുവായിക്ക് എതിർവായി പറയുന്ന അവസ്ഥയിലേക്ക് സമുദായം വളർന്നു വരും എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിലും മലയാളം പഠിക്കാൻ പാടില്ല എന്നും ഇവർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയില്ലേ സഹോദരങ്ങളെ? മദ്രസ പ്രസ്ഥാനം 1910 ചാരിലകത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി സാഹിബിന്റെ നേതൃത്വത്തിൽ 1910 കാലങ്ങളിൽ മദ്രസ പഠന സമ്പ്രദായം ഇവിടെ തുടങ്ങി. ആ മദ്രസ പഠനം തുടങ്ങിയ കാലത്ത് ആ മദ്രസ പഠന സമ്പ്രദായത്തെ സമസ്ത നിലവിൽ വന്നതോടുകൂടി നഖം വെച്ച് എതിർത്തു. എന്നിട്ട് അവർ പാടിയതെന്താ? ഒരു കാലത്തും ലാ തജാലുൽ ബനീന മദ്രസബയിൽ യതഅല്ലമൂന. അറിവാളൻ ഇബ്നു തൈമിയ്യ മുൻകാലം വലാലത്തിന്റെ വിത്ത് പാകിയ കോലോ. ജഹന്നമിന്റെ ആഖിറിലെ മീമാം മദ്രസയുടെ ആഖിറും ജഹന്നമാം. മദ്രസ പഠനത്തിൽ ഒരിക്കലും നിങ്ങൾ കുട്ടികളെ വിടരുത്. അത് ഇബ്നു തൈമിയ്യ എന്ന വഹാബികളുടെ ഒരു ഫിത്നക്കാരൻ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ നരകത്തിന്റെ ജഹന്നം എഴുതിയ അതിന് അവസാനത്തെ മീമുണ്ടല്ലോ, ആ മീമ് കൊണ്ടാണ് മദ്രസ തുടങ്ങുന്നത്. അതുകൊണ്ട് മദ്രസ പഠനം നരകത്തിലേക്കാണ്. ഇന്ന് മദ്രസക്ക് വേണ്ടി തല്ലുമുടി ഉണ്ടായിട്ട് കമ്പിപ്പാൽ അടിച്ചിട്ട് ഇതിലങ്ങോട്ട് കയറിയെന്നാണ്. AP സുന്നിയാളെ ഉൽമോണ്ട് ഈ കേഹാർ ചെയ്താണ്. അപ്പൊ ഈ മദ്രസക്ക് ഇപ്പം ഞങ്ങൾക്കാണ് 1500 മദ്രസ എന്ന പേര്, അല്ല 1800 ഞങ്ങൾക്കാണ്. ഞങ്ങൾക്ക് തോര കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഈ രംഗത്തേക്ക് ഒന്ന് വരാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഞങ്ങൾ ചെയ്തിരുന്നത്. അതുകൊണ്ടായിരുന്നല്ലോ സഹോദരങ്ങളെ അന്ന് മദ്രസ പഠനം നിങ്ങൾക്കറിയുമോ? ആ കാലത്ത് മദ്രസ പഠനത്തിന് വേണ്ടി വളരെ നല്ല പരിഷ്കരണം ആരംഭിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഓത്തുപള്ളി ഞങ്ങൾ മാറൂല, ഓത്തുപള്ളി മതി, അങ്ങനെ പഠിച്ചാലേ ദീൻ പഠിയുള്ളൂ എന്നാണ്. എന്താ ഓത്തുപള്ളി? ഒരു മൊല്ലാക്ക, ഒരു ഓത്തുപള്ളി, 35 കുട്ടികളുണ്ടെങ്കിൽ 35 പാഠം. മൊല്ലാക്കാക്ക് കുടിയോത്ത് യാമോത്തൊക്കെ ആയിട്ട് പുറത്ത് വേറെ പരിപാടി ഉണ്ടാവും. മൂപ്പര് രാവിലെ വരും, ഉത്തരവാദിത്തം മുസാഫിന് എടുക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഒരു ചെറിയ സൂറത്ത് ഓതി ബടിയും പിടിച്ച് 4 നടത്തം അങ്ങട്ടും 4 നടത്തം ഇങ്ങട്ടും. അതിന് പോയാൽ പിന്നെ കുട്ടികളെ ഇവിടെ ആകെ ഒച്ചിമ്പൊളി. ഇങ്ങനെ വളരെ അപരിഷ്കൃതമായ രൂപത്തിൽ നിലത്ത് പടിഞ്ഞിരുന്നിട്ട് ഒരു പലക കഷ്ണത്തിൽ ചകിരി കഷ്ണം കൊണ്ട് അലിഫിന് മുകളിൽ ഫതഹ്, ബാഹിന് പുള്ളി, മുകളിൽ താഹിന് 2 പുള്ളി, സക്കത്ത തിക്കുസൂ മക്കുസൂ എന്നൊക്കെ പറഞ്ഞ് വളരെ അപരിഷ്കൃതമായ രൂപത്തിൽ ഈ പഠന വ്യവസ്ഥ ഒന്ന് മാറണം, ഇതൊന്ന് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇത് നമുക്ക് പറ്റൂല, ഈ വഹാബിസം കണ്ടകോടാലിയാണ്, അതുകൊണ്ട് നമുക്ക് വരെ എതിർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വഖഫ് സ്വത്ത് വാഴക്കാട് മദ്രസ പഠനം തുടങ്ങിയപ്പോൾ കൊയപ്പത്തൊടി കുടുംബം ചാരിലകത്തിന് വഖഫ് സ്വത്ത് ദുരുപയോഗം ചെയ്യാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിയാക്കന്മാർ വിമർശിച്ചിട്ട് വാഴക്കാട് മദ്രസ പഠനത്തിലേക്ക് ആ സംസ്കാരം കാണാൻ മുസ്ലിയാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ അത് നോക്കിയിട്ട് അതിനെതിരായിട്ട് കാമമുണ്ടാവർക്ക് പറ്റിയിട്ടില്ല. പ്രമാണ വിരുദ്ധമാണ് പറയാൻ പറ്റിയില്ല. ആകെ അതിന് കണ്ട ന്യൂനത എന്താ? കുട്ടികളൊക്കെ ഇരിക്കുക, ഉസ്താദ് നിൽക്കുക. ഉസ്താദിന് മുമ്പിൽ കുട്ടികൾ ഇരിക്കാൻ പാടുണ്ടോ? പിന്നെ ചോക്ക
ചോക്കോണ്ട് ബോർഡുമ ഖുർആൻ ആയത്തിൽ എഴുതിയ അത് പൊടി തട്ടി അടിക്കിന് വരും. അങ്ങനെ അടിക്കിന് വന്നു കഴിഞ്ഞാൽ ഖുർആൻമ ചവിട്ടണയും തുല്യാണ്. അതുകൊണ്ട് ഇത് പറ്റൂല. ഇന്ന് എവിടെ എത്തി സഹോദരങ്ങളെ? അൽഹംദുലില്ലാ വളരെ റാഹത്തായിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾ മറന്നു കളയരുത്. നിങ്ങൾ മറന്നാലും സാധാരണക്കാരായ ആളുകളെ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകും. ഈ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം പൂർവ്വകാല ആളുകളൊക്കെ എഴുതി രേഖപ്പെടുത്തിയപ്പോൾ മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി 0 ഡിഗ്രിയിലായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതിൽ നമുക്ക് ലജ്ജയുണ്ട്, അല്ലേ? ലജ്ജയുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചാർ കമ്മീഷൻ ആ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ ജഡ്ജി എന്താ പറഞ്ഞത്? ഇവിടെയുള്ള പാപിന് പാണനേക്കാൾ പറയനേക്കാൾ പൊലയനേക്കാൾ ഒക്കെ ഏറ്റവും താഴ്ന്ന വിഭാഗമാണെന്ത്? മുസ്ലിം സമുദായം. പറഞ്ഞില്ലേ? അതിന് പിന്നിൽ പ്രവർത്തിച്ച പുരോഹിതന്മാര് എല്ലാ കാര്യത്തിനെയും മുന്നിൽ നടന്നുകൊണ്ട് ന്യായീകരിച്ച പോലെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ആ അധപ്പതനത്തെ വിമർശിക്കണമെന്ന് കേട്ടോ നിങ്ങൾ. ഇസ്ലാമിന്റെ ദീപനാടി അറിവാണ്. അറിവ് കിടക്കുന്നത് ചൈനയിലാണെങ്കിൽ, അമേരിക്കയിലാണെങ്കിൽ, ആഫ്രിക്കയിലാണെങ്കിൽ അത് അവിടെ പോയി പഠിക്കണം കേട്ടോ. അവിടെ രാഷ്ട്രീയം നോക്കരുത്, അവിടെ വിരോധം നോക്കരുത്, അവിടെ മതം നോക്കരുത്, കക്ഷി നോക്കരുത്. അറിവാണ് മനുഷ്യന്റെ വിജയമെന്ന് ലോകത്ത് പഠിപ്പിച്ച നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ സമുദായത്തിനെ പറ്റി സച്ചാർ എന്ന് പറയുന്ന ജഡ്ജി വിളിച്ചു പറയുന്നു. ഇന്ത്യ രാജ്യത്തെ കൊലയനേക്കാൾ പാനനേക്കാൾ, ഇന്ത്യ രാജ്യത്തെ അധസ്ഥിത അധകൃത വർഗങ്ങളെക്കാൾ ഒന്നിനും കൊള്ളരുതാത്തവര് മുസ്ലിമീങ്ങളാകുന്നു. നാണമില്ലേ മുസ്ലിമീങ്ങളെ? നമ്മളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എവിടെയാണ് കിടക്കുന്നത്? വിവരമില്ലാത്ത മതമാണോ ഇസ്ലാം? വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാത്ത മതമാണോ ഇസ്ലാം? നാണക്കേട് മുഴുവൻ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഓലെ കുറ്റം പറയാ. 1930 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മണ്ണാർക്കാട് വെച്ച് ഈ പുരോഹിതന്മാരൊരു പ്രമേയം പാസാക്കി. എന്താ? സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ യഥാർത്ഥത്തിൽ ശറഹിൽ മക്രൂഹാണ്, ഇസ്ലാമിക നിയമത്തില് അത് വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണാർക്കാട് വെച്ചുകൊണ്ട് സ്ത്രീകൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് സമസ്ത പ്രഖ്യാപിച്ചു എന്ന് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് 1930 കാര്യമല്ലേ? അല്ല, 1985 സമസ്തയുടെ 60ാം വാർഷിക സ്മരണയിൽ പോലും അതിനവർ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ എന്താ? അസലിൽ മക്രൂഹാണെങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ ഇത് പാടില്ലാത്തതാണ്. പാശ്ചാത്യവാദികളുടെയും പൗരസ്ത്യവാദികളുടെയും എതിർപ്പുകൾക്ക് ഈ പ്രമേയം ഇരയായിട്ടുണ്ടെങ്കിലും സമസ്ത അതൊരു പിന്തിരിപ്പനായി കാണുന്നില്ല. സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല, ഒരു പണ്ഡിത സംഘടന പാസ്സാക്കിയതാ. എന്നിട്ട് ഇപ്പോൾ നാണമില്ലേ മുസ്ലിങ്ങളെ? നമ്മളെ കുറിച്ച് സച്ചാരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ സഹോദരങ്ങളെ, ഇതായിരുന്നു ഇവിടെയുള്ള അവസ്ഥ. സ്ത്രീ സമൂഹത്തെ കേവലം പേറ്റിനും ചോറ്റിനുമുള്ള യന്ത്രമാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ അർദ്ധഭാഗമായ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാതെ ഈ രൂപത്തിൽ ഇരുട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ പൂങ്കാവനം മാസിക പുറത്തിറങ്ങി, അല്ലേ? ഒരു കാലത്ത് ഈ പാവപ്പെട്ട വെല്ലിമാരൊക്കെ ബസ് സ്റ്റാൻഡിൽ വന്നാൽ വളാഞ്ചേരിക്കുള്ള ബസ് കാത്തിക്കുക, പുത്തനത്താണിക്കുള്ള ബസ് കാത്തിക്കാണ്, പട്ടാമ്പിക്കുള്ള ബസ് കാത്തിക്കുക. മോനെ വളാഞ്ചേരിക്ക് ബസ് പോകുമോ? കുട്ടിയെ ഈ രണ്ടത്താണിക്ക് ബസ് പോകുമോ? മാനുവോ മലപ്പുറത്തേക്ക് പോകുമോ ഈ ബസ്? സാധു വെല്ലിമാര് മലയാളം വായിക്കാറിയില്ല, അല്ലേ? അങ്ങനത്തെ എത്ര വെല്ലിമാർ ഇങ്ങൾക്ക് അതിൽ ധാരണയിട്ടുണ്ടാവും. ഇപ്പോ പരസ്യം എന്താ? പരസ്യം ഓരോ മുത്തഅല്ലിമീങ്ങളും പൂങ്കാവനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അടുക്കള തോറും കയറി ഇറങ്ങണം. എങ്ങനെ നിങ്ങൾക്ക് അടുക്കളയ്ക്ക് കയറാനുള്ള സൗകര്യം ഉണ്ടായത്? ഞങ്ങള് ഈ നവോത്ഥാനത്തിന്റെ കാറ്റാണ്. നിങ്ങളെ പ്രമേയം കുപ്പത്തോട്ടേക്ക് സമുദായം വലിച്ചെറിഞ്ഞ് മലയാളം പഠിക്കൽ തുടങ്ങി. നിങ്ങളിപ്പോൾ അറബി മലയാളത്തിൽ പല മുലപ്പാൽ കുടിപ്പിച്ച് മോരാക്കി അറിഞ്ഞായി അറബി മലയാളത്തിൽ കെട്ടിത്തൂങ്ങല്ലേ? സഹോദരങ്ങൾ, ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിന് അറബി മലയാളം എന്ന ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം അന്ന് നമുക്കൊരു കോഡ് ഭാഷയായി അത് വേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രസിദ്ധീകരണങ്ങളും കിതാബുകളൊക്കെ അറബി മലയാളത്തിലാ. പക്ഷേ അതിന്റെ ഡ്യൂട്ടി നിർവഹിച്ച് കാലഘട്ടത്തിൽ അത് പിൻവാങ്ങി ഇപ്പോഴും മുലപ്പാൽ കുടിപ്പിച്ച് മോരാക്കുക എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ മുസ്ലിംമാരെ പെണ്ണുങ്ങൾക്ക് കത്തെയ്താന്നല്ലാതെ എന്താ ആ ഭാഷ കൊണ്ട് കാര്യമുള്ളത്? വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ സകലമായ രംഗങ്ങളിൽ നവോത്ഥാനത്തിന് മുമ്പിൽ തടസ്സം വെച്ച ആളുകളായിരുന്നു ഇവർ എന്ന് വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ കൊച്ചു കേരളത്തിലെ സാമൂഹികമായ സാംസ്കാരികമായ അന്തരീക്ഷം എന്തായിരുന്നു? ഇന്നത്തെ പോലെ ഇതിന് എന്തായിരുന്നു നിങ്ങൾക്കറിയോ? 1920 നമുക്കറിയാം കലാപമുണ്ടായി. ആ കലാപമുണ്ടായ കാലത്ത് ആ മലബാർ കലാപത്തിൽ ഒട്ടനവധി കുട്ടികൾ അനാഥരായി.
ആ അനാഥരായ അവസ്ഥയിൽ അമുസ്ലിങ്ങളൊക്കെ അവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ അനാഥശാലകൾ ഉണ്ടായപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ KM മൗലവി MMK ഹാജിയും ഒക്കെ കടന്നു വരികയും അങ്ങനെ ഈ കുട്ടികളെ സംരക്ഷിക്കുവാൻ അനാഥശാലകൾ നിർമ്മിച്ചുകൊണ്ട് കോഴിക്കോട് JDT ഉദ്ഘാടനം കഴിച്ചു. തിരുവരങ്ങാടി യത്തീംഖാന ഉണ്ടാക്കി. പല സ്ഥലത്തും അനാഥശാലകൾ ഉണ്ടാക്കിയപ്പോൾ മുസ്ലിയാക്കന്മാർ പറഞ്ഞു നടക്കുകയാണെന്ന് ഇപ്പോൾ ഇത് യത്തീമുൻ ഖാനഹു, അത് യത്തീമിനെ വഞ്ചിക്കലാണ് എന്ന് പറഞ്ഞിട്ട് യത്തീംഖാനക്കെതിരെ വയലു പറഞ്ഞു നടന്നു എന്ന് മാത്രമല്ല, കറ്റാനം സ്വദേശിയായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഊതിക്കെടുത്താൻ കൊണ്ടുവന്ന ഭസ്മാസുരന അവസാനം പതി ഈക്കും തമ്മിൽ തെറ്റിയിട്ട് റംഗൂൺ ലോഡ്ജിൽ കിടന്നിട്ട് കക്കൂസിന് വീണ മരിച്ച്. മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ കൊണ്ടുവന്ന ഭസ്മാസുരന്മാരെ അവസ്ഥക്കഥ അത് ഞങ്ങളെ കറാമത്തായിട്ട് ഞങ്ങൾ പറയില്ല, പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ആ പതി അവിടെ വന്നിട്ട് തിരങ്ങാടി എത്തിക്കാൻ്റെ മുമ്പിൽ വയല് പറഞ്ഞു എന്ത് അവസാനത്തിൽ പ്രാർത്ഥിച്ചു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് പറഞ്ഞു ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് വഹാബികളെ എത്തിങ്ങാനെ പൊളിഞ്ഞു പോട്ടെ. ആ 10 തട്ടിപ്പ് സ്വലാത്ത് കൊണ്ട് എന്തുണ്ടായി? 10-25 സ്ഥാപനങ്ങളായി. തിരൂരങ്ങാടിയിൽ നിന്ന് ചെമ്മാട് വരെ പൊന്തി നിൽക്കുന്ന സാംസ്കാരിക സ്ഥാപനങ്ങൾ അല്ലേ. ഇപ്പൊ എത്തീങ്കാനക്ക് വേണ്ടി കടുപിടി കൂടുക. പോൽക്ക് മനസ്സിലായി എത്തീമക്കളെ പറ്റിക്കാന് ഏറ്റവും നല്ല എത്തീങ്കാനാണ്. ഒരു കാലത്ത് മദ്രസ പഠനം ഒഴിവാക്കി, അത് പറ്റൂലാറ്. പിന്നെ ഓൾക്ക് മനസ്സിലായി ഈ ശിർക്കും ഖുറാഫാത്തൊക്കെ പഠിപ്പിച്ച് മനുഷ്യന്മാരെ ഈ അന്ധവിശ്വാസത്തെ കെട്ടി ചൂഷണം ചെയ്യാൻ നല്ല മദ്രസയാണ്. അപ്പൊ മദ്രസ തുടങ്ങി. അതേപോലെ തന്നെ ഓൾക്ക് മനസ്സിലായി എന്ത് യത്തീംഖാനാണ് എത്തീമക്കളെ ചൂഷണം ചെയ്യാൻ ഏറ്റവും നല്ലത്. അങ്ങനെ യത്തീംഖാന എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാന്തപുരം ആഗോള റിസീവറാണ് അല്ലേ. എല്ലാ സ്ഥലത്തും പാസ്പോർട്ട് ഉണ്ട്. അടിച്ച് കയറിയിട്ട് എല്ലാ സ്ഥലത്തുനിന്നും ഈ തരത്തിൽ തട്ടിപ്പിൽ പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് അനാഥ മക്കളെ പേരിൽ പിരിപ്പിച്ച് മുണുങ്ങുക. ഞാൻ പറയല്ലത്, നല്ല സഖാഫി അയാളെ കയ്യിൽ നിന്ന് ഡിഗ്രി വാങ്ങി പുറത്തിറങ്ങിയ ഹസൻ സഖാഫി പൂക്കോട്ടൂര് വ്യക്തമായി കൊണ്ട് തന്നെ യത്തീമക്കളുടെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായി വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് ഒന്ന് നിങ്ങൾ ഇട്ടു കൊടുക്കും. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോ മർക്കസിന്റെ ഇക്കഴിഞ്ഞ സമ്മേളനത്തിൽ അവർ ഒരു പുതിയ ആൽബം പുറത്തിറക്കി. ആ ആൽബം നിരവധി കുട്ടികൾ നിരന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ. എന്നിട്ട് അവരെന്താ എഴുതിയത്? ആ ഫോട്ടോക്ക് നേരടിക്കുറിപ്പ് മർക്കസിന്റെ തണലിൽ ധന്യരായി തുർക്കിയ യത്തീംഖാനയിലെ ബാലന്മാർ, വാപ്പല്ലാത്ത കുട്ടികൾ പഠിക്കുന്ന അനാഥാലയത്തിലെ മക്കളെ ഫോട്ടോ നമ്മുടെ സത്യധാര കവറിൽ തന്നെ അത് കൊടുത്തു. ഈ ഫോട്ടോ മർക്കസിന്റെ ആൽബത്തിൽ വന്നതാ, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? പക്ഷേ ഓരോ കുട്ടിയുടെയും വാപ്പം എണീറ്റ് വരാൻ തുടങ്ങി. ഖബറെന്നല്ല, പെരീന. ഓരോ കുട്ടിയുടെ വാപ്പ എന്തിന്റെ പേരിലായിരുന്നു അത്? ഓരോ കുട്ടിയുടെയും വാപ്പ കയറി വന്നിട്ട് ഞങ്ങൾ വാപ്പയായി ഇപ്പോഴും ഹയാത്തിലുണ്ട്, ഞങ്ങളെ മക്കൾക്ക് നാഥനില്ല എന്ന് പറഞ്ഞ് അനാഥ മക്കളാണെന്ന് പറഞ്ഞ് ഫോട്ടോ കൊടുത്ത് രക്ഷപ്പെടുന്നുണ്ട്. നിങ്ങൾ നോക്ക്, കാരന്തൂര് കോണോട്ട് കുഞ്ഞുങ്ങൾ പക്കറിന്റെ മകൻ 8ാം തരം വിദ്യാർത്ഥി മെഹബൂബ്, മേലേജ് അലി ഹസന്റെ മകൻ 9ാം ക്ലാസ് വിദ്യാർത്ഥി സാദിഖ് ഹസൻ, ഇടവഴിപ്പുറത്ത് അബൂബക്കറിന്റെ മകൻ 7ാം തരം വിദ്യാർത്ഥി സുഹൈൽ, കോട്ടോംപറമ്പ് കരിക്കങ്കണ്ടി ബാപ്പട്ടിയുടെ ആ ബാപ്പട്ടി ഗൾഫില മകൻ 7ാം തരം വിദ്യാർത്ഥി റാഷിദ്, കുറ്റിക്കടവ് പുതുപ്പറമ്പത്ത് മുഹമ്മദിന്റെ മകൻ 7ാം തരം വിദ്യാർത്ഥി സുക്കൂർ. ഇങ്ങനെ തുടങ്ങി അനാഥര വാപ്പാര പേരൊപ്പം കേട്ടത്. എന്താ മക്കളെ, ഇവരെ പിന്നെ എന്തിനാ പിരിവെടുത്തുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, പരിശുദ്ധമായ മതത്തിന്റെ പേരിൽ കള്ളന്മാരായി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ പരിചയപ്പെടുത്തി. ദീനിലെ കള്ളന്മാരെയാണ് പരിചയപ്പെടുത്തുന്നത്. നിസ്കാരം 5 വേണ്ട 3 മതി എന്ന് പറഞ്ഞവനാണ്. ദീനിലെ കള്ളൻ എന്ന് പറഞ്ഞിട്ടില്ല. കള്ളനാണെങ്കിലും കള്ളന്മാർക്കുള്ള ലക്ഷണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. 1 നമ്പർ കള്ളന്റെ വിലാസം യത്തീംഖാനയിലാണ്. 1 നമ്പർ കള്ളന്റെ വിലാസം യത്തീംഖാനയിലേക്ക് എങ്ങനെ പോയി? ഈ മക്കളെ പേരിൽ തോന്നിവാസം ചെയ്താൽ യത്തീം മക്കളെ പേരിൽ പിരിച്ചു കൊണ്ടുവന്നിട്ട് യത്തീം മക്കൾക്ക് കൊടുക്കാതെ പോയാൽ ആരാണ് ഉത്തരവാദി? യതീമിന് അർഹമായ അംഗീകാരം നൽകാത്തവരിവരല്ലേ? എന്തിനാണ് ഈ കള്ളന്മാർക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത്? ഞാൻ ചുരുക്കി പറയട്ടെ, ഈ സഹോദരങ്ങളെ കണ്ടില്ലെങ്കിൽ അപ്പൊ യത്തീംഖാനഹു, യത്തീമിനെ വഞ്ചിക്കുന്ന സ്ഥാപനമാണത് എന്ന് പറഞ്ഞ് അനാഥ മക്കളെ സംരക്ഷിച്ച നവോത്ഥാനത്തിന്റെ നായകന്മാരായ ഞങ്ങളെ നന്നായി ആക്ഷേപിച്ച് ജനസമൂഹത്തിൽ നന്നായി പ്രാർത്ഥിച്ച് ഇല്ലാതാക്കാൻ നോക്കിയ ആളുകൾ യത്തീമക്കളുടെ പേരിൽ അവസാനം തട്ടിപ്പ് നടത്തി ചൂഷണം നടത്തി മുണുങ്ങൽ തുടങ്ങി. ഞാൻ എൻ്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തുകൾ ഓർത്തിട്ടുണ്ട്. സൂറത്ത് തൗബ 34 തുടക്ക എന്താണത്? മുസ്ലിം ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട്
ഈ പൗരോഹിത്യത്തിന് ചൂഷണങ്ങൾക്കെതിരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്ന് റബ്ബ് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ടിട്ടുള്ള ധാരാളം പേര് ലയക്കുലൂന അംബാലൻ നാസ് ബിൽ ബാത്തിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അവർ നിങ്ങളുടെ ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുകയും അവരെ റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ചു വിടുകയും ചെയ്യുന്നു. ക്രിസ്തീയ പൗരോഹിത്യം പോലെ അല്ലേ? ക്രിസ്തീയ പൗരോഹിത്യം പോലെയാണ്. ഇപ്പോ ഈ റസൂൽ പറഞ്ഞില്ലേ, തത്തബിയുന്ന സനനമങ്കാന കബലക്കും ശിബിരം ബശിബിരിം ബദറാഅം ബിദറാ. മുസ്ലിം സമുദായത്തിലെ ഈ ആളുകള് ഒരു വിഭാഗം ക്രിസ്ത്യാനികളുടെ ആചാരങ്ങളോടൊപ്പം പിഴച്ച സംസ്കാരങ്ങളോടൊപ്പം ചാണിന് ചാണായി മുഴത്തിനു മുഴമായി നീങ്ങുന്ന ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റും? യഥാർത്ഥത്തിൽ ഇവരുടെ സെറ്റപ്പുകൾ പരിശോധിച്ചാൽ അസൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് അവർ പോണത്. എവിടേക്കായി പണ്ഡിതന്മാർ പോണത്? അസലി ക്രിസ്ത്യാനിറ്റിയിലേക്ക് അല്ലേ? കാരന്തൂര് അതിരൂപത, അതിന്റെ മേജർ ബിഷപ്പ് ശ്രീമാൻ കാന്തപുരം. പിന്നെ ഓരോ ജില്ലയിലേക്കും ഓരോ റവറൻറ്റുകൾ, മലപ്പുറം ജില്ലയിലേക്ക് റവറൻറ്റ് മാർഗൽ ഗോറിയോൻ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. പിന്നെ അവിടെ നിന്നിട്ട് പോന്ന ഓരോ ഇടവകുപ്പ് കാളി, മേലെ പുരോഹിതൻ, ഒന്നാമത്തെ പോപ്പ് കാന്തപുരം അല്ലേ? ഇങ്ങനെയല്ലേ നടക്കുന്നത്? ഞാൻ വെറുതെ പറയാ, എൻ്റെ കയ്യിൽ നോട്ടീസ് ഉണ്ട്. ഇവിടെ പൊന്നാനി ഉണ്ടായില്ലേ കഴിഞ്ഞ ഈ 2009 ഉണ്ടായില്ലേ സഹോദരങ്ങളെ? 500 നൂറ്റാണ്ട് പഴക്കമുള്ള പാരമ്പര്യമായി ഖാലിസ്ഥാനം അത് തട്ടിയെടുത്തിട്ട് പുതിയ രൂപത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ച് അല്ലേ? നിങ്ങൾക്കറിയോ, പത്രത്തിൽ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു പരസ്യം, എന്താ? കാലി ആരോഹണ ചടങ്ങുകൾ 1001 സംഘം രൂപീകരിച്ചു. 1001 അംഗ സംഘം. ഒരു വയനാട്ടൊരു കാലിയാറെ 4 ആൾക്കാരെല്ലാവരും ഉള്ള കാലിയൊക്കെ അല്ലേ എന്ന് പറയുന്നത് 1001 അംഗ സംഘം. ക്രിസ്ത്യാനികൾ അതേ സ്വഭാവം അല്ലേ? ഇനി കുറെ കാലം കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഇവരെ സംബന്ധിച്ചിടത്തോളം അധികാര ചങ്കോല് കൈമാറലും ദണ്ട് കൈമാറലും കിരീടം തലയിൽ വെച്ചുകൊടുക്കലൊക്കെ കണ്ടില്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അതേ അവസ്ഥയ്ക്കാറും. പിന്നെ കാന്തപുരം കാലം ചെയ്തു, പേരോട് കാലം ചെയ്തു എന്നേ പറയും, മരിച്ചു എന്ന് പറയില്ല. ഞാൻ വെറുതെ പറയല്ല, 10-25 കൊല്ലം കൂടി ഞങ്ങൾ കണ്ടോളി അവസ്ഥയിലേക്ക് പോകും. ആ രൂപത്തിൽ സമുദായത്തെ ചൂഷണം ചെയ്ത് ഇന്ന് അതിന്റെ മേലാളന്മാരായി ചമയാണ്. എന്നിട്ട് ഇപ്പൊ AP സുന്നിയാൾ ഒരു കേസറ്റ് ഇറക്കിയാണ്. എന്താ അതിൽ? കാന്തപുരത്തിന്റെ പോരിശ പറയുന്ന രംഗങ്ങളൊന്ന് കണ്ടോളി. അത്ഭുതമാണ്. കണ്ടോളി. ചിഹ്നതങ്ങളിൽ ആദർശ സത്യത്തിന്റെ മാലപ്പടക്കങ്ങൾ പൊട്ടിച്ച് ഫഹദ് ബിൻ അബ്ദുൽ അസീസിന്റെ കോട്ടകൊത്തളം മുതൽ പാശ്ചാത്യ പടിഞ്ഞാറ് അമേരിക്കയുടെ വൈറ്റ് ഹൗസ് കമാന കേന്ദ്ര മണ്ഡലങ്ങൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ സ്വർണപ്പതക്ക തിലകം ചാർത്തി പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി പഠിത പതികൾക്ക് പാതേയം പകർന്ന ശാന്തിയുടെ ശാന്തലപ്രഭ, നന്മയുടെ നിറകുടം, സമർപ്പണത്തിന്റെ സന്മണം, സ്നേഹത്തിന്റെ സ്ത്രോത്രഗീതം, സ്വർണവർണ്ണ മിന്നറ പൊന്നറകളിലെ കിരീടം വെക്കാത്ത രാജകുമാരൻ, അതെ കാലം ഈ നൂറ്റാണ്ടിന് കനിഞ്ഞു നൽകിയ അത്ഭുത മനുഷ്യൻ, കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ, ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ആദർശ വിശ്വാസികളുടെ കരളിന്റെ തുടിപ്പും ആയിരക്കണക്കിന് അനാഥ മക്കളുടെ ആശാ കേന്ദ്രവും ആലംബഹീനരുടെ അത്താണിയുമായ ഖമറുൽ ഉലമ ആയ സേവന രംഗത്തും സമൂഹത്തിന്റെ സമുദ്ധാരണത്തിനും നേതൃത്വം നൽകുന്ന ഖമറുൽ ഉലമ ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും ആയിരക്കണക്കിന് മസ്ജിദുകളും മർക്കസുകളും മദ്രസകളും പണിതുയർത്തി മതത്തിന്റെ മഹിത മൂല്യങ്ങളെ ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന വിജ്ഞാനത്തിന്റെ സാമ്രാജ്യമായി 10,000-കണക്കിന് വിദ്യാർത്ഥി സമൂഹത്തിന് അത്താണിയായി കാരന്തൂരിലെ കേരവൃക്ഷങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന സുന്നി മർക്കസ് കാന്തപുരത്തിന്റെ 100 കണക്കിന് വിജ്ഞാന കേന്ദ്രങ്ങളിൽ ഒരു വിജ്ഞാന കേന്ദ്രം മാത്രമാണ്. മർക്കസ് വൈജ്ഞാനിക മേഖലകളിലെ പടവുകൾ താണ്ടി കുതിച്ചുയരുകയാണ്. ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിക്ക് തുല്യമായൊരു വൈജ്ഞാനിക കേന്ദ്രമായി കാരന്തൂർ മർക്കസ് മുന്നോട്ട് ഗമിക്കുകയാണ്. ബോധത്തിന്റെയും ആകർഷക സ്വഭാവത്തിന്റെയും ആഴമേറിയ പാണ്ഡിത്യത്തിന്റെയും
സൂക്ഷ്മസിദ്ധമായ സംഘടനാ പാടവത്തിന്റെയും അനിതര സാധാരണമായ അർപ്പണ മനസ്ഥിതിയുടെയും മറക്കാനാവാത്ത ആകാര വൈഭവത്തിന്റെയും ഉടമയായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള ആൺകുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞു. മലയാളക്കരയുടെ സീമകൾ കടന്ന് ഭാരതാംബയുടെ അതിർവരമ്പുകളെ ഭേദിച്ച് ഭൂഖണ്ഡങ്ങളും ഉപഭൂഖണ്ഡങ്ങളും കൈവെള്ളയിലൊതുക്കി ആഗോള മുസ്ലിം സമൂഹത്തിനു മുന്നിൽ സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിയായി കത്തിജ്വലിച്ചു നിൽക്കുന്ന കാന്തപുരം ഉസ്താദിന് കല്ലെറിയാൻ കച്ചകെട്ടിയിറങ്ങിയവരെ കുപ്രചരണങ്ങൾ അഖിലത്തെയും തള്ളിമാറ്റി കാന്തപുരം ഉസ്താദ് ഇനിയും കുതിക്കും. സഹോദരങ്ങൾ, അങ്ങനെ ഈ ഇന്ത്യ രാജ്യമെന്നല്ല ലോകം മുഴുവൻ കാന്തപുരത്തിന്റെ കൈക്ക് ഉള്ളിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അമിതമായി നിങ്ങൾ മദ്ഹ് പറയണോന്നെ കണ്ടാ തൊള്ളിയിൽ മണ്ണ് വാരി എറിഞ്ഞോളിനാ. ഇത് മദ്ഹ് പറഞ്ഞിട്ട് വാരോളം പുകഴ്ത്തിയിട്ട് അങ്ങനെ ആദരിച്ച് ജനങ്ങളുടെ മുമ്പിൽ സ്ഥാനം ഉണ്ടാക്കുക. കാരണം എന്താ? ഈ തരത്തിൽ പിന്തിരിപ്പൻ പ്രമേയവും നടപടിയൊക്കെ എടുത്ത ആൾക്കാരാ. പക്ഷെ ഇപ്പൊ സമുദായത്തിന്റെ മുമ്പിൽ കടന്നു വന്ന് ഞങ്ങളാണ് വെളിച്ചം വരുത്തിയത് എന്ന് പിന്നെ പറയുന്ന ആളുകൾ ഞാൻ പറഞ്ഞ പോലെ ആദരിക്കൽ ചടങ്ങ് നടത്തി ഞങ്ങൾക്കൊന്ന് കാണാം. അതിൽ വ്യക്തമായി നിങ്ങൾക്ക് ഒരു രംഗം കാണാം. നിങ്ങൾ എന്താ നിങ്ങൾ ഇതൊക്കെ നാടകീയമാണ്. കാരണം എന്താ? കൊണ്ടൂർ ഉസ്താദ് എന്ന് പറയുന്ന ഒരാൾ മരിക്കണീന് മുമ്പ് മൂപ്പരെ അടുക്കൽ പോയി ആദരിക്കൽ ചടങ്ങുണ്ടാക്കിയിട്ട് പിന്നെ ഇപ്പോൾ മൂപ്പരെ ജാറം പൊന്തിച്ച്. അപ്പോൾ ആ ജാറം പൊന്തിക്കുന്നതിന് മുമ്പ് മൂപ്പരുടെ കൈകളിലൂടെ ഫലകം കൊടുത്ത് കോട്ടൊക്കെ കൊടുത്ത് ആദരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചടങ്ങാ. നാടകമാണെന്ന് ഞാൻ വെറുതെ പറയല്ല. അവിടെ കാന്തപുരം ഉസ്താദിന് ആ വെറ്റിലിങ്ങനെ മുറുക്കിയിട്ട് നടക്കുന്ന കൊണ്ടൂർ ഉസ്താദ്, അയാൾ ഔലിയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഔലിയനെ പോലെ ഔലിയാണ്. അപ്പോൾ അയാളെ കെട്ടിപ്പിടിക്കാൻ തന്നെ മൂപ്പർക്ക് വെറുപ്പ്. രണ്ട് കാരണമാണ്. ഒന്ന് അഹങ്കാരം സമ്മതിക്കൂല, മറ്റൊന്ന് വൃത്തി സമ്മതിക്കൂല. ഇതുകൊണ്ട് തന്നെ മൂപ്പരെ കൂട്ടിപ്പിടിക്കണില്ല. പക്ഷെ അലവി സക്കാഫി പുറത്തുനിന്ന് ഒരു ഉണ്ട് പുറത്തേക്ക്, ആ മൂപ്പരെ അറിയാതെ വീണ് പോവുകയാണ്. അത് ഞാൻ ആവർത്തിച്ച് 2-3 വട്ടം കാണിക്കണ്ടാവും, നിങ്ങൾ കണ്ടോളി. ആദരിക്കൽ ചടങ്ങാണ് ഇനി നടക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആദരവ് അർഹിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദുന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളെയാണ് ഈ സദസ്സ് ഏറ്റവും ആദ്യമായി ആദരിക്കുന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് ഉപഹാരം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ശൈഖുന കുണ്ടൂർ ഉസ്താദ് അവറുകൾ ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. يليق رسول الله دارك بإذا الكريم تعالى باسم منتقم مولاي صل وسلم أبدا على حبيبك خير الخلق كلهم كلمة ربه يقسمها تأتي على حسب السياق في القسم مولاي صل وسلم إيمان أبدا على حبيبك خير الخلق كلهم ثم رضا عن أبي بكر رضا عن أبي بكر رضا عن أبي بكر وعن عمر وعن علي وعن ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق. സഹോദരങ്ങളെ, ഈ പണ്ഡിത സമൂഹത്തെക്കുറിച്ച്, ഈ നേതൃത്വത്തെക്കുറിച്ച് എന്താ പറയേണ്ടത്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലുള്ള റസൂലും സ്വഹാബത്തും ആചരിച്ചു പോന്ന ലളിതമായ ആ കൃത്യമായ പരലോക ബോധമുള്ള ഒരു ജീവിതമാണോ അത്? ആണോ? അഹ്ലു സുന്നത്തിന്റെ പേരിൽ പ്രബോധനം ചെയ്യാൻ അർഹതയുള്ള ആളുകളാണോ ഇവര്? ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഞങ്ങൾക്ക് വലിയ ദേഷ്യവും എന്നോട്. അതുകൊണ്ട് ഞാൻ പറയണ്ട. നമ്മുടെ EK സുന്നിയിലെ വലിയ പ്രഗത്ഭ പണ്ഡിതനായ റഹ്മത്തുള്ള ഖാസിം മൂത്തേടം പറയട്ടെ, ഇത് അഹ്ലു സുന്നത്തിൽ താല്പര്യമുള്ള വിഭാഗമാണോ, ഇയാളെ പേര് നടക്കണ ഒരവസ്ഥ എന്താണെന്നൊക്കെ മൂപ്പരനെ പറയും. നിങ്ങളൊന്ന് കേട്ടോളി.
ഈ വിഷയങ്ങളിലെല്ലാം സത്യത്തിൽ എന്താണോ മുജാഹിദിന്റെ ഭാഷ, ഈ ഭാഷ തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത് പുലർത്തിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയും ഈ പ്രവർത്തനവും ഈ വിശ്വാസവും മുസ്ലിം സമുദായത്തിന് അന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും നാലാളെ കാണുമ്പോൾ പറഞ്ഞ സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. എനിക്ക് തബ്ലീഗുമായി ഒരു ബന്ധവുമില്ല. എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല. എങ്കിൽ പിന്നെ ആരൊക്കെയോ മാസിക ഇറക്കി അവൻ പ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് പ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് പ്രാന്തല്ലെങ്കിൽ AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തെക്ബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. വാക്ക് ഞാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തെ നല്ല മനുഷ്യന്മാരാ, അവർ നല്ലോരാ, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തക്കങ്ങൾ സാലിഹ്യങ്ങളാണ്. അല്ല നാട് ഞാൻ പറഞ്ഞില്ല. അയാൾക്കോ അയാൾ അനുയായികൾക്കോ ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞതാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാവരും മനസ്സിലാക്കണം. അതെല്ലാവരും തിരിച്ചറിയും. അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനാ ആലിമീങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വേർന്ന് പറയാനല്ല. എന്താ അമ്പിയാവിന്റെ ലക്ഷ്യം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. തസ്കിയത്തില്ലാത്ത എന്ത് ആക്ടിവിറ്റീസ്, എന്ത് തസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കുക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കുക, കുറെ ആളുകൾ അങ്ങോട്ട് തെക്ബീർ ചെല്ലുക. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ AP ബക്കർ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിലിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു. അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടുമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർദ്ധനാണ്. അത് ആൺകുട്ടികളെ വാക്ക. ഇന്നിപ്പോൾ അവിടെയുള്ളത്, ഇന്ന് അവരവിടെയുള്ളത് നല്ലോണം. അപ്പോ ആ രൂപത്തില് അഹ്ലുസുന്നത്തിന്റെ ലേബിളിൽ കരിഞ്ചന്ത നടത്തി പൗരോഹിത്യത്തിലൂടെ സമുദായത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്ത് നഖം വെച്ച് മേഞ്ഞു നടക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോ ഈ രൂപത്തിൽ മുസ്ലിം സമുദായത്തിന് മുമ്പിൽ പുരോഗതിക്ക് മുമ്പിൽ കീറാമുട്ടികൾ വലിച്ചിട്ടുകൊണ്ട് സമുദായത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്യുന്ന ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനമാണ് എല്ലാ രംഗത്തും ആളുകളെ കൈപിടിച്ചുയർത്തിയത്. 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ ഈ മുസ്ലിം സമുദായത്തിന് സാമൂഹിക സാംസ്കാരികമായ അവസ്ഥ എന്തായിരുന്നു? ഇവിടെ ഇന്നത്തെ പോലെ സമത്വം അന്നത്തെ കാലത്തില്ലായിരുന്നു. മാലിക് ദീനാറും കൂട്ടരും ഈ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്ലാമിന്റെ സമത്വം കണ്ട്, ഇസ്ലാമിലെ ലളിതമായ ആ തരത്തിലുള്ള നല്ല രീതി കണ്ടിട്ട് ഇവിടെ ജാതീയതയിലും അതുപോലെ തന്നെയുള്ള വംശീയതയിലും പൊറുതിമുട്ടിയുന്ന ആളുകൾ ഇസ്ലാം ദീനിലേക്ക് കടന്നു വന്നിട്ട് അങ്ങനെയാണ് ഇസ്ലാം ദീൻ കേരളത്തിലുണ്ടായത്. പക്ഷേ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? തമ്പ്രാനും തങ്ങളും ഐദീദും അതുപോലെ ആറ്റക്കോയും ഒക്കെ മേലെ, മതത്ത് കൂടിയോനും പുതുസ്ലാമും സാധാരണക്കാരനും താഴ്ന്ന ജോലിക്കാരനൊക്കെ താഴെ. അങ്ങനെ അമുസ്ലിം ഹിന്ദു സഹോദരങ്ങളിലുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പോലെ ആ രൂപത്തിൽ വളർന്നിട്ടില്ലെങ്കിലും അല്പമൊക്കെ പുച്ഛനീചത്വവും അതുപോലെ തൊട്ടുകൂടായ്മയും ഒക്കെ ഈ കൊച്ചു കേരളത്തിൽ ഇവർ ഉണ്ടാക്കിയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. തങ്ങന്മാരുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്ന കാലമായിരുന്നു അന്ന്. തങ്ങന്മാരെ ചെറിയ കുട്ടിനെ പോലും നിങ്ങളിൽ നിന്ന് വിളിക്കണം. കാരണം എന്താ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്? കൊണ്ടോട്ടി തങ്ങന്മാർ മരിച്ചിട്ട് അവരെ മയ്യത്ത് കുളിപ്പിച്ച വെള്ളത്തിന് വഴി നിന്ന സമുദായമാണ് ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വേഷവിധാനങ്ങൾ എന്താണ്? ഇന്നത്തെ പോലെ ഇസ്ലാമികപരമായിട്ട് അനുവദിക്കപ്പെട്ട നെരിയാണിക്ക് മുകളിൽ എത്തുന്ന വസ്ത്രം എന്നുള്ള നിലയ്ക്ക് പാൻറ് നമുക്ക് ഉപയോഗിക്കാം, തുണി ഉപയോഗിക്കാം, അതുപോലെ തന്നെ നന്നായി പർദ്ദുപയോഗിക്കാം. പക്ഷേ ആദ്യകാലത്ത് മുസ്ലിയാക്കന്മാർ ഈ വേഷവിധാനങ്ങളിൽ പോലും മുസ്ലിം സമുദായത്തെ സംസ്കരിച്ചിട്ടില്ല. എന്തായിരുന്നു അവത്തെ സ്ഥിതി? ഒരു കള്ളിത്തുണി, ഒരു കന്നിപ്രാക്ക് പറഞ്ഞാൽ ലൂസുള്ള ബനിയന് അല്ലേ, അങ്ങനെ ഒരു അരപ്പട്ടി, ഒരു കത്തിയും അതുണ്ടായ വലിയ ഉഷാറായി, ഒരു വെറ്റിലമുറുക്കും ഒരു മൊട്ടത്തലി ഉണ്ടായ ഓറായി.
ഇതായിരുന്നു പണ്ടത്തെ വേഷം. ഇന്നും നാടകങ്ങളിൽ സിനിമയിലൊക്കെ മുസ്ലിങ്ങളെ വേഷം ഏതാ? ഇതാ ആ സിമ്പൽ അന്ന് പതിഞ്ഞു പോയതാ അല്ലേ? എന്നിട്ട് ഇപ്പൊ തലയിൽ രോമം മുളപ്പിച്ച് നല്ല ഉഷാറായിട്ട് തൊപ്പിയൊക്കെ ഇട്ട് കാറ്റും കൊണ്ട് നടക്കുകയാണ്. ഒരു കാലത്ത് ഇവിടെ ആഴ്ചയിൽ മൊട്ടടിച്ചിട്ടില്ലെങ്കിൽ ഓനെ പള്ളിക്കൊക്കെ കയറ്റൂല. 2 ആഴ്ചക്ക് ഒരിക്കൽ മൊട്ടടിച്ചിട്ട് മഹലിനെ പുറത്താക്കും. ഇന്ന് ഓട്ടത്തൊപ്പിയും ഇട്ട് തലമുകളിൽ രോമവുമായി നിൽക്കുന്ന തലമുടിയുമായി നിൽക്കുന്ന മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ തലമുകളിൽ മുളച്ച രോമത്തിന് പോലും സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് ഈ ഇസ്ലാഹി പ്രസ്ഥാനമാണ്. നിങ്ങൾ മറക്കരുത്. ഈ മൊയ്തു മൗലവിയുടെ ദുരാചാര വർദ്ധനവ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. 100 വയസ്സ് കഴിഞ്ഞിട്ട് എഴുതിയത് അയാൾ. ആ പുസ്തകത്തിൽ ഈ മൊയ്തു മൗലവി പറയാ, പൊന്നാനങ്ങാടി കൂടെ മുടി ഇതുപോലെ ആക്കി നടന്നതിന് ചീഞ്ഞ കോയമുട്ടോണ്ട് ഏറിട്ടീന്ന്. ചീഞ്ഞ കോയമുട്ടോണ്ട് ഏറ് കിട്ടിയിരുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ആ രൂപത്തിലായിരുന്നു സ്ത്രീകളുടെ വേഷവിധാനം ഉണ്ടായിരുന്നു. ഒരു വെള്ളക്കാച്ചി, ഒരു പെങ്കുപ്പായം, തട്ടം മാറത്തേക്ക് ഇടാൻ പാടില്ല, അടിപ്പാവാട എടുക്കാൻ പാടില്ല. അതൊക്കെ കാഫിരീങ്ങളെ വേഷാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു പരിഷ്കാരി പാടിയെന്ത്? പവട പറ്റൂല സാരിയും തെറ്റാണെന്നുള്ള നിലയാണോ ഇതെല്ലാം? കേവലം അന്യമതസ്ഥരുടേതെന്ന വാദഗതിയാണോ? ക്രിസ്ത്യാനം കന്യക പെണ്ണുങ്ങൾ ബുർക്ക ധരിച്ചത് കൊണ്ടാണോ? അല്ലെങ്കിൽ നർത്തകിമാരിന്ന് മൂടുപടത്ത് വെറുത്തത് കൊണ്ടാണോ? നടുകണ്ടം തുടരണ്ടും കാണാനുതകുന്ന ഒരു കണ്ടം തുണിയാണ് ഇവർക്ക്. അടിമുണ്ടുടുക്കാനും പാടില്ലെന്നാണെങ്കിൽ വല്ലാത്ത കോളാണ്. നടക്കുമ്പോ തുടങ്ങനെ കാണണം, അടിപ്പാവാട പാടില്ല. ഇപ്പൊ മുജാഹിദ് വാലിശന്റെ ക്ലിപ്പിട്ടെടുക്കണത് അടിപ്പാവാട വരെ മുജാഹിദ് പ്രസ്ഥാനം അടുപ്പിച്ചത്. അതിലെന്താ വലിയ സംശയമുള്ളത്? മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്ന് ഈ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് സാംസ്കാരികമായി ഉദ്ധരിച്ച് ഇസ്ലാമിക വേഷവിധാനത്തിലേക്ക് കൊണ്ടുവന്നതാ. അപ്പൊ പറഞ്ഞ കാര്യമാണ് അടിപ്പാവാട. എന്നിട്ട് അത് മാത്രം മുജാഹിദ് പ്രസ്ഥാനം അടിപ്പാവാട വരെ എടുപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ കളിയാക്കുക. അതുകൊണ്ടൊന്നും കാര്യമില്ല. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ മുസ്ലിം സമുദായത്തിൽ ഒരുപാട് അനാചാരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അന്നത്തെ കാലത്ത് ചങ്കേലസും കൊമ്പേലസും അതുപോലെയുള്ള പല ഏലസും ഉണ്ടായിരുന്നു. കാരണം എന്താ? അള്ളാനെ തവക്കൽ ചെയ്യുന്ന ബോധമല്ല. രോഗം വന്നാൽ കുറെ ഏലസിനെ, കുറെ ഐക്കലിനെ, കുറെ മന്ത്രിച്ചൂതിയ ചരടിനെ അങ്ങനെ ബരമേൽപ്പിക്കലായിരുന്നു. അങ്ങനെ നൂലുകളും പൈശാചിക മന്ത്രങ്ങളും ചരടുകളുമായി കൊണ്ട് ഈ രൂപത്തിൽ നടക്കുകയായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, പ്രസവവേദന കൊണ്ട് നൊമ്പരെടുക്കുന്ന പെണ്ണ്, ആ നൊമ്പരെടുക്കുന്ന പെണ്ണ് വേദന കൊണ്ട് പുളയുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോ? ഇല്ല. നഫീസത്തുമാല ചൊല്ലിക്കൊടുക്കുക, കാമുകി വിരഹത്താൽ ഭൂസൂരി ചൊല്ലിയ ആ ബുർദ പാടിക്കൊടുക്കുക. പിന്നെ ബദർമാല ഏറ്റമ്മി ഗന്തുള്ള ഫേറ്റി വരുത്തത്തില് ഇന്ദർ സഹാബികള് ഫെരീനെ ഒതുകിൽ കുറിമുടിയും മോന്നം പള്ള തന്നിന്ന് കുട്ടി പിറക്കലിൽ ഇല്ല ശക്കെന്നോവർ. പ്രസവവേദന കൊണ്ട് നൊമ്പരെടുത്ത അസ്ഹാബുൽ ബദരീങ്ങളെ പേര് മുട്ടിപ്പല കെട്ടി ചൊല്ലുന്ന അന്നത്തെ കാലത്തൊക്കെ ചൊല്ലുമ്പോ വെല്ലിമ്മ വന്നിട്ട് പറയും, മല്ലാക്കാരോട് ഒന്നും കൂടി മുറുക്കി ചൊല്ലി. മൂപ്പരാൾ ചെല്ലും, പ്രസവിച്ചു എന്ന് കഴിഞ്ഞാൽ പാഞ്ഞു വന്നിട്ട് പറയും, മതി നിർത്തിക്കാളി, ഇല്ലെങ്കിലോ ഗർഭാത്രം വരെ പുറത്തേക്ക് പോരുന്ന അത്ര പവറുള്ള സാധനം. അന്ന് ഡേറ്റ് തെറ്റിയ മൂലയന്മാർ ആശുപത്രിയിൽ പെണ്ണുങ്ങളായിട്ട് എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്? 15-ാം തീയതി പ്രസവം തന്നെ 1-ാം തീയതി ഫ്ലാസ്കും തലക്കണിക്കെടുത്ത് പായണോ? മുട്ടിപ്പല കെട്ടൽക്ക് ഇത് ചെല്ലിയാ പോരെ? ഇത് ചെല്ലാത്ത സുന്നിയല്ല ഓനെ ഖാലി സ്ഥാനത്തിനും ഖത്തീബ് സ്ഥാനത്തിനും പറ്റൂല എന്നറിഞ്ഞ്. സഹോദരങ്ങളെ, അപ്പൊ ഈ രൂപത്തിൽ മുസ്ലിം സമുദായത്തിലേക്ക് പുരോഗതിയിൽ കൊണ്ടുവന്ന നവോത്ഥാനത്തിന്റെ കാറ്റ് ഈ മുസ്ലിയാക്കന്മാരിൽ വരെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ മുസ്ലിയാക്കന്മാർ ഇപ്പൊ പറയുന്ന കാര്യങ്ങള് പണ്ടുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മുസ്ലിം കേരളം ഈ രംഗത്തേക്കൊക്കെ ഉയർന്നു വന്നത് മുജാഹിദുകളെ കൊണ്ടാണ് എന്ന് അവർക്ക് സമ്മതിക്കാൻ മടി. അപ്പൊ പറയുകയാണെന്ത്? 8 കാലും അമ്മൂഞ്ഞി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറിന്. ആ കഥാപാത്രങ്ങളെ പോലെയാണ് വഹാബികളുടെ സ്ഥിതി. എന്താ? വഹാബിയാള് എന്ത് പുരോഗതി നമ്മളാണ്, അതിലൊക്കെ ആള് നമ്മളാണ്. എന്താ സംശയമോ? തെളിവിന്റെ അടിസ്ഥാനത്തിലേ പറഞ്ഞ്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. ഈ രൂപത്തിൽ മുസ്ലിം സമുദായത്തിലെ എല്ലാ നിലക്കും വിശുദ്ധ ഖുർആൻ എന്ന ജീവിതത്തിന്റെ ഭരണഘടനയെ പോലും കലക്കിക്കെട്ടാനും അതുപോലെ തന്നെ കലക്കി കുടിക്കാനും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഏലസും മുറുക്കുമായി ഉള്ളിൽ കെട്ടാനും അതുപോലെ മരിച്ചയിടത്ത് പാരായണം ചെയ്യാനുമുള്ള ഈ രൂപത്തിലുള്ള അവസ്ഥയിലേക്ക് മാറ്റി അങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസ കർമാചാരങ്ങളെ മുച്ചൂടും തകർത്തു. ഭൗതികമായി മുസ്ലിം സമുദായത്തിന് ലഭിക്കേണ്ട സർവമാന പുരോഗതിക്കും ഒരു കീറാമുട്ടികൾ വലിച്ചിട്ടു. അങ്ങനെ നവോത്ഥാനത്തിന്റെ ശത്രുക്കളായി ഈ സമുദായത്തിലേക്ക് വന്നിരുന്നവർ ഇന്ന് അതിൻ്റെയൊക്കെ അപ്പോസ്തലന്മാരായി പ്രചാരകന്മാരായി ചമയുന്നു എന്ന വിരോധാഭാസം
വിരോധാഭാസം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ചില ആളുകളെങ്കിലും മനസ്സിലാക്കുന്നത് എന്തിനാ അവരിതൊക്കെ പറയുന്നത്? സഹോദര, അവരെ ആത്മീയമായ ലോകം രക്ഷപ്പെടാനാണ്. കാരണം പരലോകത്തേക്ക് കൃത്യമായ ഖുർആന്റെ സുന്നത്തിന്റെ വിശ്വാസം അനുസരിച്ച് പോയെങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടെ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള മരണം, ആ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ കല്യാണത്തിന് അന്നത്തെ ആദ്യത്തെ സുദിനം, ആ ദിവസം നമ്മൾ ഓർക്കാറുണ്ട്. കാരണം എന്താ? അന്ന് പുതിയാപ്പിള നന്നായി അണിഞ്ഞൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് പന്തൽ വന്നിരിക്കും. കൂട്ടുകാരൊക്കെ പറയും എപ്പോഴാ പുറത്തു പോകുക, ഞങ്ങളോട് പറയണം കേട്ടോ. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഒറ്റയ്ക്ക് റൂമിൽ കൊണ്ടുപോയി പുതുവസ്ത്രം ധരിപ്പിച്ച് സുഗന്ധം പൂശി പന്തൽ കൊണ്ടുവന്നിരുത്തി അങ്ങനെ അവന് തയ്യാറാക്കിയ നല്ല ഡെക്കറേഷൻ ചെയ്ത വാഹനത്തിലേക്ക് അവൻ കയറി. അങ്ങനെ കൂട്ടുകാരോടൊപ്പം പോയി ഹലാലായ രൂപത്തിൽ നിക്കാഹ് കഴിഞ്ഞ് നല്ല ഒരു ഇണയവുമായി സോഫ്റ്റായ മെത്തയും മുല്ലപ്പൂവും സുഖങ്ങളും സൗകര്യങ്ങളും മണിയറയിലേക്ക് കയറിയ ആ വാതിൽ കുറ്റിയിട്ട ഒരു വല്ലാത്ത സുദിനം നമ്മൾ മറക്കാത്ത ദിവസമാണ്. എന്നാൽ ഇനിയും വരാനുണ്ട് നമുക്കിതുപോലെ തന്നെ ഒരു ആദ്യ പകലും ഒരു ആദ്യ രാത്രിയും. അത് നമ്മുടെ മരണത്തിന് അന്നത്തെ ആദ്യത്തെ ദിവസമാണ്. കല്യാണ ദിവസം കൂട്ടുകാർ വന്നുകൊണ്ട് ചോദിച്ചില്ലേ എപ്പോഴാണ് പുതിയാപ്പിള പുറത്തു പോകുന്നത്? അതേ കൂട്ടുകാർ തന്നെ ചോദിക്കുകയാണ് എപ്പോഴാണ് പള്ളിക്കാട്ടിലേക്ക് മയ്യത്തെടുക്കുന്നത്? കല്യാണ ദിവസം നീ ഒറ്റക്കാണ് കുളിച്ചതെങ്കിൽ മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ നിന്റെ കൂട്ടുകാർ നിന്നെ കുളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. കല്യാണ ദിവസം നീ കൂട്ടുകാരോടൊപ്പം നീ സന്തോഷിച്ച് പാട്ടുപാടി അങ്ങനെ പന്തൽ വന്നിരുന്നപ്പോൾ പുതുവസ്ത്രം ധരിച്ച് നീ അണിഞ്ഞിരുന്നപ്പോൾ നിന്നെ കാണാൻ ഒരുപാട് ആളുകൾ ആവേശത്തോടു കൂടി വട്ടമിട്ട് നോക്കിയില്ലേ, അഭിപ്രായം പറഞ്ഞില്ലേ? എന്നാ മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ ഇതുപോലെ തന്നെ നിന്നെ കൊണ്ടുവന്നിട്ട് ആ മരണമാകുന്ന ദിവസത്തിൽ പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ആരാണ് കാണാനുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് വീട്ടിൻ്റെ മുറ്റത്ത് വെക്കുകയാണ്. ആ സമയത്ത് ആ ഭാര്യ വീഴുകയാണ്, മക്കളതാ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. മൈനറിയത്തിയുമായി കൺതടം മൊലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലൊന്നു പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ട് നിലവിളിച്ചതത്ഭുതമല്ലേ, കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. സഹോദരങ്ങളെ, ആര് കരഞ്ഞിട്ടെന്താണ് കാര്യം? മക്കൾ പറയുകയാണ് വാപ്പാ ഞങ്ങൾ അനാഥരാക്കിക്കൊണ്ട് പോവുകയാണോ? ആര് കരഞ്ഞിട്ടും കാര്യമില്ല. പോയ റൂഹിനെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ ദുനിയാവിൽ ശാശ്വതമായി ജീവിക്കുവാൻ ഒരാൾക്കും റബ്ബ് അവസരം കൊടുക്കില്ല. വലൗ ഖദ്ദറ റഹ്മാനു ഖുൽദൻ ലിഖൽഖിഹി ലദുനിയാ ലമമാതൻ ബിയൂബി ത്വയ്ബതി. ആർക്കെങ്കിലും ശാശ്വതമായി ജീവിക്കാനുള്ള അവസരം കൊടുക്കുമായിരുന്നെങ്കിൽ അത് റസൂലുള്ളാഹിക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ റസൂലുള്ള പോലും യാത്ര പോയിട്ടുണ്ട്. കല്യാണ ദിവസം നീ നിന്റെ കൂട്ടുകാരോടൊപ്പം പോയി നിക്കാഹ് കഴിഞ്ഞ് പടച്ചിറപ്പ് നിനക്ക് ഹലാലായി നൽകിയ ഭാര്യയുമായി നീ മണിയറയിൽ കയറിയില്ലേ? നിനക്കവിടെ സോഫ്റ്റായ മെത്തയില്ലേ, തലയിണയില്ലേ? എന്നാ മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ നിന്റെ കബറാകുന്ന മണിയറയിലേക്ക് നീ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിനക്കുള്ളത് മണ്ണിൻ്റെ തലയിണയാണ്. അതിൽ നിനക്കുള്ളത് ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിലുള്ളത്. അതിലുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോൽ ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. കല്യാണ ദിവസം നിനക്ക് ചെന്ന് ചേർന്നപ്പോൾ അല്ലാഹു തആല നല്ല ഒരു ഇണയായി ഭാര്യ നൽകിയില്ലേ? എന്നാ മരണമാവുന്ന ദിവസത്തിലുണ്ടല്ലോ നിന്റെ മണിയറയാവുന്ന കബറില് അല്ലാഹു നിനക്ക് നൽകുന്ന കൂട്ടുകാർ ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്. കാടില്ല റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മളൊക്കെ മരിച്ചു പോകും. വീട്ടിൻ്റെ മുറ്റത്ത് മരണമാകുന്ന വാഹനം വരും, ആ മലക്കുൽ മൗത്ത് നമ്മളെ പിടിക്കും. അതുകൊണ്ട് ഈ മരണത്തിൽ നിന്ന് എത്ര സുഖലോൽഭമായ ജീവിതമുണ്ടായാലും രാഷ്ട്രീയ സ്വാധീനമുണ്ടായാലും ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായാലും ഭൂരിപക്ഷമുള്ള മഹല്ലില് അവരുടെ കൂടെ അന്ധവിശ്വാസങ്ങൾ ചെയ്ത് ജീവിച്ചാലും ഒരു സ്വാധീനവും നമുക്ക് വിലപ്പോവുകയില്ല. കാരണം എന്താണ്? ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ,
കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ, മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ, സിംഹാസനത്തിൽ ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയ റിഞ്ഞതത്ഭുതമല്ലേ. നാം ഓരോരുത്തരും സെമിത്തേരിയില്, ചുടലക്കളങ്ങളില്, അതുപോലെ ഖബർസ്ഥാനങ്ങളില് അന്തി ഉറങ്ങാനുള്ളവരാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് ആ ഖബറിൽ നിന്ന് നമ്മൾ മഹ്ശറിലേക്ക് വരുന്നതാണ്. യൗമയദു ആദമും വഅംബിയാ നഫ്സി 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 നഫ്സിയാ വയൗമയദു ഖൈറ ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി ഉമ്മത്തികളെ വിളിച്ചുകൊണ്ട് പ്രവാചകന്മാർ കരയുകയാണ്, പേടിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു ചാണ് സൂര്യന്റെ ചുവട്ടില് നഗ്നരായിക്കൊണ്ട് പാദരക്ഷയില്ലാതെ ചേലാക്രമം ചെയ്യാതെ ഒരു കാലിൽ മേൽ നൂറുകണക്കിന് കാലുകൾ ചവിട്ടാനുണ്ടാകുന്ന പരലോകത്ത് ഞാനും നിങ്ങളും പോയി നിൽക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് ഔദുൽ കൗസർ കിട്ടണോ, അർശിന്റെ തണൽ പോയി നിൽക്കണോ, 7 ഭാഗം ആളുകൾക്ക് റബ്ബ് നൽകുന്നതിൽ പെടണോ, വലത്തെ കയ്യിൽ ഗന്ധം വാങ്ങിക്കൊണ്ട് സ്വലാത്ത് പാലത്തിലൂടെ സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹ സമാവാതി വൽ അർളി ഉഇദ്ദത ലിൽ മുത്തഖീൻ. മുത്തഖികൾക്ക് വേണ്ടി റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് നിനക്ക് കടക്കണോ. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്നവരെ, നിങ്ങൾ മത്സരിക്കേണ്ടത് ദുനിയാവിൽ വലിയ വീട് വെക്കാനല്ല, ഈ ഖുറാഫാത്ത് ചെയ്ത് ജീവിക്കാനല്ല, മുജാഹിദുകളോട് വിരോധം വെച്ച് പുലർത്താനല്ല, സംഘടനാ സങ്കുചത്വമല്ല, മറിച്ച് സ്വർഗത്തിന് വേണ്ടി നമ്മൾ മത്സരിക്കുക. അങ്ങനെ മത്സരിച്ചിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് അശ്വറിന്റെ മൈതാനിയിൽ കോടാനുകോടി ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെതിരിൽ അള്ളാഹുവിന്റെ റസൂൽ വിരൽ ചൂണ്ടി ഒരു പരാതി പറയുന്നുണ്ട്. വഖാല റസൂൽ, റസൂൽ എന്ന് പറയുന്നു, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ ഉമ്മത്ത് ഖുർആൻ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു റഹ്മാനെ. ഇതിൽ പെടാതിരിക്കാൻ, സ്വർഗത്തിന്റെ അഹ്ലുകാരായി മാറാൻ, നരകത്തിൽ രക്ഷപ്പെടാൻ സിറാത്തുൽ മുസ്തഖീം പാലിക്കുക, അഹ്ലു സുന്നത്താകുന്ന ഒറിജിനൽ ആദർശത്തിലേക്ക് കടന്നു വരിക, പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മുക്തമാവുക. പടച്ച തമ്പുരാൻ നമുക്ക് നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഒത്തുകൂടൽ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ വാക്കിലോ ക്ലിപ്പുകളിലോ പ്രസംഗത്തിന്റെ ശൈലിയിലോ ആർക്കെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ്, ഇതിന് സംസ്ഥാപനത്തിന് വേണ്ടിയാണ്. മുസ്ലിം സമൂഹത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്ത് മേഞ്ഞു നടക്കുന്ന പുരോഹിതന്മാരുടെ ഈ കരാളഹസ്തങ്ങളിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഒന്നുമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തെറ്റിദ്ധാരണകൾ തിരുത്തിക്കൊണ്ട് ഈ ആദർശത്തെ അടുത്തറിയാൻ നിങ്ങൾ ശ്രമിക്കണേ. അവസാനത്തെ ക്ലിപ്പ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനി എന്നുള്ളത് കൊണ്ട് നമുക്ക് മർക്കട മുഷ്ടി വേണ്ട, നമുക്കൊരു പിടിവാശി വേണ്ട, ഒരു കടും പിടുത്തം ഈ വിഷയത്തിൽ വേണ്ട. അള്ളാഹുവിന്റെ ദീനാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടത് ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്നും മാറിയിട്ടാണെങ്കിൽ അംഗീകരിക്കാൻ മനസ്സിന് പ്രയാസം വേണ്ടതില്ല. തെറ്റുകൾ നമുക്ക് തിരുത്താം. ജീവിതത്തിൽ കടന്നുപോയ ജീവിതത്തിൽ നാം ഒക്കെ എന്താണോ ഒരു മാർഗമായി സ്വീകരിച്ചത് അത് അബദ്ധമാണെങ്കിൽ നമുക്കത് മാറ്റിവെക്കണം. സഹോദരങ്ങളെ, കണ്ടില്ലെങ്കിൽ അതിൽ തൗഫീഖ് നൽകുമാറാകട്ടെ. നാഥ, ഈ പൗരോഹിത്യം തീർത്ത ചങ്ങലക്കെട്ടുകൾ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഈ സമുദായത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ സംസാരം ഇവരുടെ മനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവെ, നിന്നോട് ഞങ്ങൾ ദുആ ചെയ്ത ആ ദുആ നീ കേൾക്കുകയും ഞങ്ങൾക്ക് ഈ പരിപാടി വളരെ സൗകര്യത്തോടു കൂടി അനുവദിച്ചു തന്ന നാഥ, ഇതിന് സാഹചര്യം ഒരുക്കെത്തുന്ന റബ്ബേ, നിന്നെ 1000 തവണ ശുക്ർ ചെയ്യുന്നു നാഥ. എന്നാലും മഴ അത് അത്യാവശ്യമാണ് നാഥ, അത് ഈ പ്രദേശത്തുകാർക്ക് ആവശ്യമാണ്, എല്ലായിടത്തും ആവശ്യമാണ്. സമൃദ്ധമായ അനുഗ്രഹീതമായ മഴ റബ്ബേ വർഷക്കാലത്തിന് മുമ്പായി കൊണ്ട് തന്നെ ഈ വേനൽക്കാലത്തിന്റെ ചൂടിൽ ഈ കിണറുകൾ വറ്റിയ അവസരത്തിൽ നൽകണേ തമ്പുരാനെ എന്ന് നിന്നോട് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ സ്വാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നാം ഇന്ന് ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും പരസ്പരം ഒരുമിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് നൽകുമാറാകട്ടെ. ഇതിനുവേണ്ടി വിജ്ഞാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും ശാരീരികമായും പ്രവർത്തിച്ചിട്ടുള്ള പണിയെടുത്തിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ ആളുകളുടെയും നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. വിഷമങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കട്ടപ്പാടുകളിൽ നിന്നും അല്ലാഹു അവരെ മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.